ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നത്തെ കാലത്ത് തന്നെ ചെറിയൊരു മോർണിംഗ് റൂട്ടീൻ ആണ്. കാലത്ത് തന്നെ എനിക്ക് കുറച്ച് തന്നെ PSC ഉള്ളത് പഠിക്കൂട്ടാ. ഇന്ന് പഠിച്ചത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. അത് ഭയങ്കര ബോറാണ്. ഇന്ത്യൻ ഹിസ്റ്ററി അത് കാലത്ത് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ ബുക്ക് തുറക്കണതും എൻ്റെ മോൾക്ക് എന്തോ ക്ഷയറം കേട്ട പോലെ എഴുന്നേറ്റുള്ളൂ. അമ്മ പഠിക്കുന്നത് മോൾക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ അവളെ എഴുന്നേറ്റ് അവളെ കുറച്ച് നേരമൊക്കെ കൊഞ്ചിച്ച് അമ്മയുടെ കയ്യിൽ കൊടുക്കും കേട്ടോ. പിന്നെ കാലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത്. മോൾക്ക് കൊണ്ടുപോകാനുള്ളതാണ്, സ്കൂളിലേക്ക് വേഗം ഉണ്ടാക്കണം. അമ്മ കുറേയൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ. ചോറ് വെച്ചിട്ടുണ്ടാവും, കറികളൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടാവും, പുട്ടിനുള്ളതൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടാവും. ക്യാബേജ് ഇന്നലെ രാത്രി അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പോൾ കാലത്ത് വേഗം എടുത്ത് ശരിയാക്കും. കറിയൊക്കെ അമ്മ വേവിച്ച് വെച്ചിട്ടുണ്ടാവും. കാച്ചിൽ പുട്ടുണ്ടാക്കില്ല, അതൊക്കെയാണ് എൻ്റെ ഡ്യൂട്ടി. അതിൻ്റെ ഇടയിൽ അവൾക്ക് റാഗി കുറുക്ക് ഉണ്ടാക്കി. അവൾ കാലത്ത് ഇത് നല്ല വിശപ്പ്. അവൾ പാലൊന്നും അങ്ങനെ കുടിക്കുന്നില്ല, കുറുക്കൊക്കെ കഴിക്കുള്ളൂ. അതുകൊണ്ട് അവൾക്കുള്ള കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ മൂത്ത മോൾക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്സും ലഞ്ച് ബോക്സും അതൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. കൂട്ടത്തിൽ തൈര് എപ്പോഴും വയ്ക്കും അവൾക്ക് കൊണ്ടുപോകാനും സ്കൂളിലേക്ക്. അവളൊരു തൈര് കുട്ടിയാണ്. തൈര് ഉണ്ടെങ്കിൽ അവൾ ചോറുണ്ടോളും. പുളിയില്ലാത്ത തൈര് തന്നെ വേണം കേട്ടോ. പുളി ഉണ്ടെങ്കിൽ ആൾ കഴിക്കൂല. ഉപ്പൊന്നും ഇട്ടൊന്നും വേണ്ട, വെറുതെ തൈര്. അതിൽ കുക്കമ്പറൊക്കെ എടുത്ത് ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് സമയമൊന്നും ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് പിന്നെ കുക്കമ്പറും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അപ്പോഴേക്കും അവളെ എണീപ്പിച്ച് അവളെ കുളിപ്പിച്ച് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി ഒരുക്കി. ഇതേ കാലത്ത് ചടപടേന്നാണ് വീഡിയോ എടുത്തിരുന്ന് ഇവിടെ ചേട്ടൻ്റെ മോള് നിൽക്കുന്നുണ്ട്, അവളാട്ടാ. അവളുടെ ബസ് കറക്റ്റ് വന്നു, എൻ്റെ മോള് പോയി. അപ്പോഴേക്കും ഇളയ മോൾക്കുള്ള കുറുക്കും കാര്യങ്ങളൊക്കെ അമ്മ കൊടുത്തോളും. ഇതൊക്കെ കൊടുത്ത് അമ്മ തന്നെ അവളെ ഉറക്കി കിടത്തോട്ടോ. അതൊന്നും എനിക്ക് നോക്കേ വേണ്ട, അമ്മ നോക്കിക്കോളും. അപ്പോഴേക്കും കാലത്തെ യുദ്ധം കഴിഞ്ഞിട്ട് അടുക്കള ഈ കോല കിടക്കണേ. ഇതൊക്കെ ക്ലീൻ ചെയ്യേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ്. പാത്രം കഴുകുന്നത് അതൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ക്ലീനിങ്ങൊക്കെ ഒരു വിധമൊക്കെ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. മോളുള്ളതുകൊണ്ട് ഞാൻ അധികം കുറേ സമയം നിർത്തിയൊന്നും ക്ലീൻ ചെയ്തില്ല. വേഗം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കും. ഇത് കുടിക്കാനുള്ള വെള്ളമാണ്, ഇതൊക്കെ അമ്മ വയ്ക്കലാണ്, എൻ്റെ ഡ്യൂട്ടി അല്ല. അപ്പോഴേക്കും അച്ഛ എഴുന്നേറ്റു. കൊച്ചുങ്ങളുടെ ആൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ആൾക്ക് പുട്ടിൻ്റെ കൂടെ ക്യാബേജ് ഇഷ്ടമാണ്. ആൾക്കുന്നുണ്ടാവും, ഇവിടെ മിക്കവർക്കും ഇഷ്ടമാണ്, എനിക്കിഷ്ടമല്ല. അവൾ ഉറങ്ങിയപ്പോഴേക്കും ഞാൻ കുളിച്ച് വന്നത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ഞാൻ കഴിക്കുകയാണ്. എനിക്ക് ക്യാബേജ് തോരനാണ് ഇഷ്ടമൊന്നുമില്ല പുട്ടിൻ്റെ കൂടെ. എനിക്ക് ഏറ്റവും ഇഷ്ടം പഴമാണ്. ഇവിടെ ആരും അങ്ങനെ പഴം മേടിക്കില്ല പുട്ടിൻ്റെ കൂടെ. ഇവിടെ എല്ലാവർക്കും കറി ആയതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ കറി തന്നെയാണ് കൂട്ടണേ. അതൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി പാത്രങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പോയി കഴുകി വെച്ച് കുറച്ച് നേരം പഠിക്കാമെന്നൊക്കെ വിചാരിച്ചു. എവിടെ പഠിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്കുള്ള ഒരാൾ ഇനി ഇവളായിട്ടാണ് യുദ്ധം. ഇവളുടെ കാര്യങ്ങൾ നോക്കണം. ഇവൾക്ക്